ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ സ്റ്റേജിലൊക്കെ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് തോന്നുന്ന ഇമോഷണൽ ഫീലിങ്സ്, തോട്ട്സ് അതെല്ലാം ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. വൈകാരികപരമായിട്ട് അവർ ഏത് രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാം. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Ace of Cups, King of Wands, Ace of Swords, Hermit Energy, Strength, Six of Cups, Ten of Swords, Tower Energy, Three of Swords, Queen of Cups, Page of Swords, Ace of Wands, Four of Swords, Four of Pentacles, The Lovers. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മളിവിടെ നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഇമോഷണൽ തോട്ട്സ് ആണ്. അതായത് നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന വ്യക്തികൾ ഇമോഷണലി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ, വൈകാരികപരമായിട്ട് എന്താണ് അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ ഇമോഷൻസ് എന്ന് വെച്ചാൽ അവരുടെ സ്നേഹം കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കാതെ ഒരു ഈഗോയുടെ ഭാഗമായിട്ടൊക്കെ, അല്ലെങ്കിൽ അവർ ഒരുപാട് സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് മുന്നിൽ ഒന്നും അല്ലാതെയായി പോകുമോ, അല്ലെങ്കിൽ അവരുടെ ഒരു കോംപ്ലക്സ് ആയിരിക്കും അവർ അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എക്സ്പ്രസീവ് അല്ല, ഇവർക്ക് സ്നേഹിക്കാൻ അറിയില്ല എന്നുള്ളതല്ല, ഇവർ അത്യാവശ്യം നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അവരുടെ ഈഗോ നിൽക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു വൈകാരികപരമായ ചിന്താഗതികൾക്കും അപ്പുറമായിട്ട് അവരുടെ ഒരു ഈഗോ വർക്കൗട്ട് ആവുന്നത് കൊണ്ട് തന്നെ അവർ ഒരു ലിമിറ്റിൽ കൂടുതൽ അവരുടെ ഹൃദയം നിങ്ങളുടെ മുന്നിലേക്ക് പ്രകടിപ്പിക്കാത്ത രീതിയിൽ വെച്ചവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ നിങ്ങളോട് ചെയ്തു, അതുപോലെ തന്നെ നിങ്ങളെ ഒരു വേദനിപ്പിച്ച് നിങ്ങൾക്കൊരു വേദന തന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഇപ്പൊ നേരിടുന്നുണ്ട്. ടവർ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ, ജസ്റ്റിസ് എനർജി ഇവിടെ കിട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു കർമ്മ ഇവിടെ നേരിട്ടിട്ടുണ്ട്. കർമ്മ നേരിടുക എന്ന് പറയുമ്പോഴേക്കും ഒരു വലിയ പെയിൻ, വലിയൊരു വേദന അവരുടെ ജീവിതത്തിൽ, നിങ്ങളുമായിട്ട് അകന്നു നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നും അവർക്കൊരു തിരിച്ചറിവാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു തിരിച്ചറിവാണ് നിങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിലേക്ക് അവരെ ഇപ്പോ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഈ ഒരു അകൽച്ച വന്നിരിക്കുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിച്ചിരുന്ന പെയിൻ എത്രത്തോളമാണോ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയിലും ഇപ്പോൾ അനുഭവിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അവർ തീർത്തും ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചുറ്റിനും ആരുമില്ല, അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അവർക്കൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു സമാധാനം ഇതൊന്നും നൽകുന്നില്ല. സമാധാനം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുപോലെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് ഓർക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്. വളരെയധികം ഒരു അട്രാക്ഷൻ, ഒരു അഡിക്ഷൻ, അതുപോലെ ഭയങ്കരമായ ഒരു റെസ്പെക്റ്റ് ഇതെല്ലാം അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ ലവേഴ്സ് എനർജി ആണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും സിക്സ് ഓഫ് കപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. രണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വളരെയധികം ഒരു അട്രാക്ഷൻ, പ്രണയം, ആത്മാർത്ഥത, സ്നേഹം ഇതെല്ലാം അവർക്ക് നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. മാത്രമല്ല ഇമോഷണലി ഈ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പോൾ ഒരുപാട് ഡീപ്പായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്.
അവർക്കൊരു കെയറിങ്, ഒരു സപ്പോർട്ട് ഇതെല്ലാം അവരുടെ ലൈഫിൽ വേണ്ട ഒരു സമയമായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പെയിൻഫുൾ ആയ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അവർക്ക് വന്നിരിക്കുന്ന ആ ഒരു വലിയ രീതിയിലുള്ള വേദനകളിൽ നിങ്ങളുടെ ഓർമ്മകൾ അവരിലേക്ക് വന്നിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾ അത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്ത് നിന്ന വ്യക്തികളായിരിക്കും. അവർക്കൊരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വരുമ്പോൾ നിങ്ങളുടെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങൾ അത്രയും അവരെ കെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇവർ ഈ ഒരു സമയത്ത് നിങ്ങളെ ഇത്രത്തോളം ഓർക്കുന്നത്. മാത്രവുമല്ല നിങ്ങളോട് നീതിപൂർവ്വം പ്രവർത്തിക്കാതിരുന്ന വ്യക്തികളൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്കിപ്പോ ആ ഒരു നീതിപൂർവ്വം പ്രവർത്തിക്കാതിരുന്നതിൽ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട്. സ്വന്തം ഹൃദയത്തിലേക്ക് തന്നെ നോക്കി ഈ ഒരു വ്യക്തി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്, ചിന്തിക്കുന്നുണ്ട്. ഇമോഷൻസ് ഒക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ ഇവർ ഓൾറെഡി ഇവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് സ്നേഹമൊക്കെ ആണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യില്ല. ഇവർക്ക് കുറച്ചൊരു കോംപ്ലക്സ് ഭയങ്കര കൂടുതലാണ്. ഇവരുടെ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇവർ ഒരു ലിമിറ്റിൽ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ എല്ലാവരുടെയും മുമ്പിൽ ഒന്നും അല്ലാതെയായി പോകുമോ, അല്ലെങ്കിൽ അവരിങ്ങനെ എല്ലാവർക്കും മുമ്പിൽ ഞാൻ വലിയ ആളാണെന്നുള്ള രീതിക്കൊക്കെ ഇങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതൊന്നും അല്ലാതെയായി പോകുമോ എന്നൊക്കെ ഒരു ചിന്തയാണ്. കാരണം പുറമേ കാണിക്കുന്ന ഈ ഒരു മോടിയൊന്നും നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിലില്ല. അവർ ഭയങ്കരമായിട്ട് weak ആണ്, അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് hurt ആവുന്ന type ആണ്. പക്ഷെ അതൊന്നും അവർ പുറമേ കാണിക്കാത്തൊരു രീതിയാണ്. അപ്പൊ ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇവരിപ്പോ മറ്റുള്ളവരെ ആരെയും അറിയിക്കാത്ത രീതിയിൽ ആ ഒരു pain നെയൊക്കെ ഭയങ്കരമായിട്ട് emotionally control ചെയ്തിട്ട് മനസ്സിനെ ഇങ്ങനെ നിയന്ത്രിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും എത്രത്തോളം അവർ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അവരുടെ കൈവിട്ട് പോവാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങളോട് ഇതുവരെ അവരുടെ emotions ഒന്നും അവരുടെ സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു അകൽച്ചയിലും ഭയങ്കര ദേഷ്യമൊക്കെ പുറമേ കാണിച്ച വ്യക്തികളാണെങ്കിൽ ഈ ഒരു അകൽച്ചയിൽ അവരുടെ ആ ഒരു ദേഷ്യങ്ങൾക്കും ഉള്ളിൽ emotionally ഇവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഇമോഷൻസിനെ ഇവർ എത്രത്തോളം ഇവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും അതെല്ലാം ഇവർക്ക് പുറത്തേക്ക് വന്നു തുടങ്ങിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവർ ഭയങ്കരമായിട്ട് ഒരു ബോൾഡ് ആയിട്ടൊക്കെ നിന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവരെ ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരായിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് തൊട്ടടുത്തൊക്കെ മീറ്റ് ചെയ്യുന്നവരായിരിക്കും. മിണ്ടുന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും, ഇനി അല്ല നിങ്ങൾ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ പോലും ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ആണെങ്കിൽ പോലും ഇവർ ഭയങ്കരമായിട്ട് ഡൗൺ ആണെന്നുള്ളത് നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കും. അല്ല നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സ് വഴിയൊക്കെ ചേസ് ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അതിലൂടെയൊക്കെ നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിരുന്ന ഒരു പേഴ്സണെ അല്ല ഇപ്പോൾ കാണാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അവരുടെ ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആത്മനിയന്ത്രണം അവർക്ക് കൈവിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ എല്ലാ രീതിക്കും നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് സറണ്ടർ ആവണം എന്നൊരു ചിന്ത ഇവർക്ക് വരുന്നുണ്ട്. അവർ ചെയ്തിരിക്കുന്ന തെറ്റുകളെല്ലാം നിങ്ങളോട് ഏറ്റു പറയാനും നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹവും വരികയാണ്. കാരണം ഏത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അവർ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ നോക്കാം. ഇവിടെ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അതുപോലെ തന്നെ സോഡ് ആണെന്നുണ്ടെങ്കിലും വാണ്ട് എനർജി ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു ന്യൂ ബിഗിനിങ് ആണ്. ഇപ്പൊ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി മാറി നിൽക്കുന്നവരാണെന്ന് പറഞ്ഞാലും ബുദ്ധിപൂർവ്വം ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരാനും അതേപോലെ തന്നെ ബുദ്ധിപൂർവ്വം ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ അവരായിട്ട് എഫേർട്ട് എടുത്തിട്ട് ആ ഒരു പുതിയ തുടക്കം ഇതിനകത്ത് കൊണ്ടുവരിക. ഈ ഒരു ബന്ധത്തിന്റെ വളർച്ച നോക്കിക്കാണാനായിട്ട് നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ഇവരുടെ മനസ്സിൽ ഇപ്പോൾ ചിന്തകളും ആഗ്രഹങ്ങളൊക്കെ ഉണർന്നു തുടങ്ങിയിരിക്കുകയാണ്. അതുപോലെ ഇവർ ഇതുവരെ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാതെ ഹോൾഡ് ചെയ്ത് ആ ഒരു സ്വാർത്ഥപൂർവ്വം ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന ഇമോഷൻസ് അതെല്ലാം ഇപ്പൊ പൊട്ടി പുറത്തേക്ക് വന്നിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് അവർ തന്നെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം അത് പുറത്തേക്ക് തന്നെ കാണിക്കണം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഇവർ ആ ഒരു ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സ്നേഹത്തെ നിങ്ങളിലേക്ക് നൽകാനും ആ ഒരു രീതിക്ക് നിങ്ങളുടെ ബന്ധത്തിൽ വൈകാരികപരമായ രീതിയിൽ തന്നെ അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥതയോട് കൂടി തന്നെ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ന്യൂ ചാപ്റ്റർ, ഒരു റീബർത്ത് റിലേഷൻഷിപ്പിൽ കൊണ്ടുവരിക. അർഹമായ രീതിയിലുള്ള സ്നേഹം നിങ്ങൾക്ക് നൽകുക, ആ ഒരു സ്ട്രെങ്ത് വീണ്ടെടുക്കുക. അതുപോലെ നിങ്ങൾ ഒരുപാട് അവരെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഒരു precious ആയിട്ട് കാണുന്നുണ്ട്. precious ആയിട്ട് കാണുക എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിൽ അവരിപ്പോൾ നേരിടുന്ന വേദനകൾ ആ ഒരു രീതിയിൽ ആയതുകൊണ്ടാണ് അവർ precious ആയിട്ട് കാണുന്നത്. കാരണം അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നവരൊക്കെ ഇപ്പോൾ അവരിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു ഒറ്റപ്പെടലാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ ഒരു പേഴ്സന്റെ എനർജിയിൽ ആരും ചുറ്റിനും ഇല്ല. അപ്പൊ ആ ഒരു വേദന സ്വയം മനസ്സിലാക്കുന്നത് കൊണ്ടിട്ട് അല്ലെങ്കിൽ ഹൃദയം മുറിക്കുന്ന രീതിയിലുള്ള ആ ഒരു പെയിൻ ഇവർ സ്വയം അനുഭവിക്കുന്നത് കൊണ്ടിട്ട് ഇവർ എല്ലാ കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഒരു തിരിച്ചറിവുകളിൽ ഇവർക്ക് വരുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവുകൾ തന്നെയാണ് ഇനിയെങ്കിലും നിങ്ങളിലേക്ക് പ്രകടമായിട്ട് തന്നെ സ്നേഹത്തെ നൽകണം,
അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമോഷൻസ് ഇനി പുറമേക്ക് നിങ്ങൾക്ക് പ്രകടമായിട്ട് തന്നെ നൽകണം എന്നൊരു മെന്റാലിറ്റിയിലേക്ക് ഇവർ എത്തിച്ചിരിക്കുന്നത്. അതുപോലെ ഇവർക്കൊരു ട്രാൻസ്ഫർമേഷൻ കംപ്ലീറ്റ്ലി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇവര് ഇങ്ങനെ നിന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ടൊരു സ്വാർത്ഥ മനോഭാവത്തോടു കൂടി ഒന്നും പ്രകടിപ്പിക്കാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടറിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് അവർക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ പവറിന്റെ പ്രവർത്തനം ഒരു കർമ്മയായിട്ട് അവർ നേരിടുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഒരു മെന്റാലിറ്റിയിൽ പോലും വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു വിജയം വേണം, അല്ലെങ്കിൽ വളരെ സക്സസ് ആയിട്ട് തന്നെ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും താൻ പ്രയത്നിക്കാൻ തയ്യാറാണ്. ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു പ്ലാനിങ് മാത്രമല്ല, ഒരു റിസ്ക് എടുക്കാനുള്ള മനസ്സ് ഇവർക്ക് വന്നിട്ടുണ്ട്. റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളും ഈ ഒരു പേഴ്സണെ ബ്ലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവർ നിങ്ങളെ അത്രത്തോളം വേദനിപ്പിച്ചൊക്കെ പോയവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ സൈലന്റ് ആയിരിക്കും. നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. ഒരു നല്ല ക്ലാരിറ്റി കിട്ടിയാൽ മാത്രമാണ് ഇനി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മുന്നോട്ടേക്ക് ഉള്ളൂ എന്നൊരു മെന്റാലിറ്റിയിൽ തന്നെ ആയിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അത് ഇവർ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ വീണ്ടെടുക്കാനായിട്ട് എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും ഇവർ പ്രയത്നിക്കും എന്നുള്ളത് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇവർ ഈ ഒരു രീതിയിൽ ഇമോഷൻസ് ഒന്നും ഇനിയും പ്രകടിപ്പിക്കാതെ വെറുതെ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാത്രം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പഴയ രീതിയിലല്ല ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ക്യാരക്ടറിലും കൂടെ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നാൽ മാത്രമാണ് ഇനി ഇത് മുന്നോട്ടേക്ക് പോവുകയുള്ളൂ എന്നുള്ളത് കൂടെ മനസ്സിലാക്കിയിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ കുറച്ചധികം ആ ഒരു അഡിക്ഷനിൽ നിന്നൊക്കെ മാറിയിട്ട്, വേദന നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയ വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ഇമോഷൻസ് ഒക്കെ ഇനിയെങ്കിലും പുറത്തേക്ക് കാണിക്കണം എന്നുള്ള രീതിക്കൊക്കെ ചിന്തിക്കുന്നത്. മാത്രവുമല്ല നീതിപൂർവ്വം നിങ്ങളോട് പ്രവർത്തിക്കണം എന്നുള്ളൊരു ആ ഒരു thought ഒക്കെ അവരുടെ ഉള്ളിൽ വന്നു തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നീതിപൂർവ്വം പ്രവർത്തിക്കാതിരുന്നത് കൊണ്ട് തന്നെയാണ് താൻ തന്റെ ലൈഫിൽ ഈ ഒരു രീതിയിലൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടത് വന്നിരിക്കുന്നതും എന്നുള്ളതും, അതുപോലെ ചുറ്റും കൂടി നിൽക്കുന്ന വ്യക്തികളെ ഒരു ലിമിറ്റിൽ കൂടുതൽ വിശ്വസിച്ചത് കൊണ്ട് തന്നെയാണ് താൻ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയത് എന്നുള്ളൊരു കാര്യവും ഒക്കെ ഇവർ മനസ്സിലാക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കെ ഒരു മൂലബിന്ദു ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിന്തകളെല്ലാം വന്ന് നിൽക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളിലാണ്. ഒരു പക്ഷെ നിങ്ങൾ നേരത്തെ തന്നെ ഇവർക്ക് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം. സ്നേഹത്തിന്റെ value പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കാം. കാരണം എപ്പോഴും സ്നേഹത്തിന് മാത്രം value നൽകുക എന്നുള്ളതല്ല, പക്ഷെ ഒരു relationship ആവുമ്പോഴേക്കും അതിന്റേതായ ഒരു emotional attachment കാര്യങ്ങൾ, ഒരു മാനസിക അടുപ്പം, connection ഇതൊക്കെ നിലനിർത്തിയാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സത്യസന്ധത നിലനിർത്തിയാൽ മാത്രമാണ് ഒരു വിജയം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെതിരെ ഇവർ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ അതിനെ കണ്ണടച്ച് കണ്ട് ഇവർ മറ്റൊരു രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇവർക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നിങ്ങൾക്കൊരു value നൽകുന്നതും നിങ്ങളെ കൂടുതലായിട്ട് ഇമോഷണലി ഇവർ ആഗ്രഹിക്കുന്നതും. അപ്പൊ ഇവരുടെ ലൈഫിൽ നിങ്ങളൊരു നല്ലൊരു ഗൈഡൻസ് കൊടുത്തു എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു രീതിയിലേക്ക് ഇവരുടെ മനസ്സിൽ ചിന്തകൾ വന്നു തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ഒരു ഇമോഷണൽ തോട്ട്സ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുള്ള ആ ഒരു ഇമോഷണൽ ഫീലിങ്സ് അതുകൂടെ ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫേറ്റ്, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഫാമിലി ഫൗണ്ടേഷൻ, സ്റ്റെബിലിറ്റി, ഫ്ലോ, ഫിയർ, ഡിസിഷൻസ്, letting go, distance, time out, lonely, thoughts, self care energy, low energy ആണ്. the world, new cycle, guarded, past suffering, freedom, strength, apology ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള ഇമോഷണൽ ഫീലിങ്സ് ആണ് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന അപ്പോളജി ആണ്, ഫോർഗീവ്നെസ് ആണ്. അവർ ഈ ഒരു സമയത്ത് ഇമോഷണലി ഭയങ്കരമായിട്ടൊരു ഗിൽറ്റ് ഫീൽ അവരിൽ വരുന്നുണ്ട്, ഒരു കുറ്റബോധം. അതോടൊപ്പം അവർ ഭയങ്കരമായിട്ടൊരു അവരോട് തന്നെ ഒരു തരം ഒരു പുച്ഛം അവർക്ക് തോന്നുന്നുണ്ട്. കാരണം അവരുടെ ഭാഗത്ത് നിന്നാണ്
കൂടുതലായിട്ട് തെറ്റുകള് അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതികളൊക്കെ തെറ്റായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഇതെല്ലാം അവർക്ക് ഭയങ്കരമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവർ ഭയങ്കരമായ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് മാറുന്നുണ്ട്. കുറ്റബോധം അവരെ നിരന്തരമായിട്ട് അലട്ടുന്നുണ്ട്. എനർജി ഒക്കെ വളരെ ലോ ആയിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പൊ ഇമോഷണലി അവരിപ്പോ നിങ്ങളോട് എല്ലാ രീതിക്കും ഒരു തെറ്റുകൾ ഏറ്റുപറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ക്ഷമാപണം നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു അബണ്ടൻസ് കൊണ്ടുവരിക, ഒരു സെലിബ്രേഷൻ വീണ്ടും കൊണ്ടുവരിക. ഇതിപ്പോ അവർക്ക് ഇങ്ങനെ ഒരു തോട്ട് അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ ഒരു ചിന്തകൾ വരാൻ തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട് ഒരു പക്ഷേ അവരുടെ ലൈഫിൽ യൂണിവേഴ്സ് ആയിട്ടായിരിക്കും ഇങ്ങനെ ഒരു തിരിച്ചറിവിനും ഇങ്ങനെ ഒരു തീരുമാനത്തിനും ഒരു അവസരം കൊടുത്തിരിക്കുന്നത്. അതിപ്പോ കർമ്മയായിട്ട് അവർ നേരിട്ടു എന്ന് മാത്രം. ആ ഒരു കർമ്മയിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ട് ഈ വന്നിരിക്കുന്ന അവസരത്തെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് തിരിച്ചു വരിക. ആ ഒരു ഡിസിഷൻ അവർ പോസിറ്റീവായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. അവിടെ അവർക്ക് ഈഗോ കാര്യങ്ങളൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങൾക്ക് മുന്നിൽ അവർ മാറ്റി വെക്കാനായിട്ട് ഇപ്പൊ തയ്യാറെടുക്കുന്നുണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ആത്മാർത്ഥത കൊണ്ട് തന്നെയാണ്. അവർ എന്തൊക്കെ രീതിയിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞാലും ഇപ്പൊ അവർക്ക് നിങ്ങളെ വേണം അല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് ഒരു കുറ്റബോധം തോന്നുന്നത് കൊണ്ടിട്ട് അവർ ആ ഈഗോ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാൻ തയ്യാറാകുന്നുണ്ട്. അത് മാത്രവുമല്ല നമുക്കിവിടെ വന്നിരിക്കുന്നതിന് റിഫ്ലക്റ്റിംഗ് ആണ്, ഷാഡോ ആണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിച്ചിരിക്കുന്ന അതേ വേദന ഒരു മിറർ റിഫ്ലക്റ്റ് പോലെ തന്നെ അവരിലും അനുഭവിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അവരും അതൊക്കെ ഫേസ് ചെയ്യാണ്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു കാര്യങ്ങളും അതുപോലെ തന്നെ ഹെർമിറ്റ് എനർജി ആണ്. ഒരു ഒറ്റപ്പെടല്, എല്ലാവരിൽ നിന്നും ഒരു മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം അല്ലെങ്കിൽ എല്ലാവരും അവരെ അവോയ്ഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ഇതെല്ലാം അവരിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രക്ചർ, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനൊന്ന് നന്നായിട്ട് ബാലൻസ് ചെയ്യണം. അതിന് വേണ്ടി അവർ തയ്യാറെടുക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് ക്ലാരിറ്റി, ആരൊക്കെയാണ് ജെന്യുവിൻ ആയിട്ടുള്ള വ്യക്തികൾ, ആരൊക്കെയാണ് ഫേക്ക് ആയിട്ടുള്ള വ്യക്തികൾ, ഇതെല്ലാം ഇപ്പൊ അവർക്കൊരു ഇൻഡ്യൂഷൻ ആയിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് അവരുടെ മുമ്പിലേക്ക് വെളിപ്പെടുത്തുന്ന സമയമാണ്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി ഇവർ മാറിപ്പോയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അതേ കർമ്മ, ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ കർമ്മയാണ്, അതേ കർമ്മ ഇവരിലേക്ക് തിരിച്ചടിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം അവർ നേരിടുന്ന കൊണ്ടിട്ട് തന്നെയാണ് അവരുടെ മനസ്സിൽ ഇപ്പൊ നിൽക്കുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലേക്ക് പോയി എന്ന് പറഞ്ഞാലും കംപ്ലീറ്റ്ലി അവിടെ ഒരു ട്രാൻസ്ഫർമേഷൻ നടത്തി അതിൽ നിന്നും പൂർണ്ണമായി ലെറ്റ് ഗോ ചെയ്തതിന് ശേഷം നിങ്ങളിലേക്ക് എത്തുക. വളരെ നല്ല രീതിക്ക് ഈ ഒരു ബന്ധത്തെ ബാലൻസ് ചെയ്യണം. ഒരുപാട് സ്ട്രെസ് കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഫിയർ, ഇല്യൂഷൻ, ആങ്സൈറ്റി, ഒരുപാട് ഓവർ തിങ്കിങ്, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു തിങ്കിങ്, തോട്ട് ഇതെല്ലാം വരുന്നുണ്ട്. നെഗറ്റീവായിട്ട് തന്നെ അവർ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഇവരുടെ ഉള്ളിൽ ഒരു ഭയങ്കരമായ ഭയമുണ്ട് നിങ്ങൾ ഇനി അവരെ സ്വീകരിക്കാൻ തയ്യാറാകുമോ എന്നുള്ളത്. കാര്യം അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാ രീതിക്കും ഉൾക്കൊള്ളുന്നുണ്ട്, തെറ്റുകൾ തിരിച്ചറിയുന്നുണ്ട്, forgiveness നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ വളരെയധികം ഒരു ഭയം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഭയത്തോടെ കൂടി ആണെങ്കിൽ പോലും അവരിപ്പോ ഒരു ഡിസിഷൻ ഇവിടെ എടുക്കുന്നുണ്ട്. ഡിസിഷൻ എന്ന് പറയുമ്പോഴേക്കും ഒരു കോംപ്രമൈസ് നടത്തുക. ആ ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് തന്നെ ഒന്ന് എനർജിയെ ഇൻക്രീസ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാനും. നിങ്ങൾക്കൊരു ഗാർഡിയൻ ആയിട്ട് നിൽക്കണം. ഗാർഡിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ രീതിക്കും സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കണം. നിങ്ങൾ അത്രത്തോളം സപ്പോർട്ട് ഈ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്നും ഇവർ അന്നേരം വാല്യൂ നൽകാതെ അവഗണിച്ച് കളഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഇപ്പൊ അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ പോലൊരു പേഴ്സൺ ഒരു പക്ഷെ അവരുടെ ലൈഫിൽ വേറെ കിട്ടില്ലായിരിക്കാം, അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവർക്ക് okay ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ടിട്ട് എല്ലാ രീതിക്കും വളരെ ഫ്രീഡത്തോടു കൂടി തന്നെ എല്ലാ രീതിയിലും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു പുതിയ ഡയറക്ഷനിലൂടെ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. അതിന് വേണ്ടിയിട്ട് എന്താണെന്നുണ്ടെങ്കിലും ചെയ്യാൻ ഇവർ തയ്യാറാവുന്നുണ്ട്. ഇമോഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നത് തന്നെ, അല്ലെങ്കിൽ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു എടുത്തുചാട്ടോ ഈഗോ കാര്യങ്ങൾ അങ്ങനത്തെയുള്ള ഇമോഷൻസ് ഒക്കെ അവരിപ്പോ ഹോൾഡ് ചെയ്യുന്നത് എന്ത് വില കൊടുത്തും നിങ്ങളെ വേണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ഈ ഒരു ഗ്യാപ്പ്, സെപ്പറേഷൻ സ്റ്റേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫിസിക്കലി ഡിസ്റ്റൻസ് അങ്ങനെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. കാരണം ഇമോഷണലി നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ മറക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. ഇവർക്കാണെന്നുണ്ടെങ്കിലും ഇമോഷണലി നിങ്ങളെ പൂർണ്ണമായിട്ടും മറക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അങ്ങനത്തെ ആ ഒരു സാഹചര്യത്തില് ഇപ്പൊ ഉള്ളത് ആ ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് മാത്രമാണ്. ഫിസിക്കലി എന്ന് പറയുമ്പോൾ നിങ്ങളെ നേരിട്ട് കാണാനുള്ള ഒരു ആഗ്രഹം ഇവരുടെ ഉള്ളിലുണ്ട്, നേരിട്ട് കണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് വളരെ പെട്ടെന്ന് ഈ ഒരു ഇപ്പൊ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാനും
അതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്താനും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു സ്ട്രെങ്തിനെയൊക്കെ വീണ്ടെടുത്ത് വളരെയധികം ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സന്തോഷം ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരിക. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഇവിടെ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ട്രൂത്ത് റിവീൽഡ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഹൈഡ് ചെയ്തിരുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോഴും അവരുടെ ഉള്ളില് ആ ഹൈഡ് ചെയ്തിരുന്ന കാര്യങ്ങൾ അവരെ ഇങ്ങനെ അലട്ടുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് എന്തൊക്കെയോ നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്, തുറന്നു പറയണമെന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാത്ത കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉള്ള കാര്യങ്ങളായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി അതൊക്കെ നിങ്ങളോടൊന്ന് തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം അവരിങ്ങനെ അതിനെ ഇങ്ങനെ ചുമന്ന് മുന്നോട്ടേക്ക് പോകും തോറും അവർക്ക് ഈ ഒരു കുറ്റബോധവും പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലും അവർ ഒരുപാട് സഫർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതൊക്കെ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നേരിട്ട് കണ്ടതിന് ശേഷം മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. തുറന്നു തന്നെ നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം എല്ലാ പ്രോബ്ലംസും കംപ്ലീറ്റ്ലി അവസാനിപ്പിച്ചിട്ട് ഈ ഒരു ബന്ധത്തിൽ ഒരു ഫുൾഫിൽമെന്റ് കൊണ്ടുവരിക. വളരെ സക്സസ് ആയിട്ട് ഒരു ന്യൂ സൈക്കിൾ നിങ്ങളുടെ ബന്ധത്തിൽ സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇമോഷൻസ് നിങ്ങളിലേക്ക് കണക്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവർക്ക് ഒരുപാട് ഫിയർ ഉണ്ട്, അതുപോലെ തന്നെ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്, ഡൗട്ട്സ് ഉണ്ട്. നിങ്ങൾ എങ്ങനെ എടുക്കും? അപ്പൊ ഇവർക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ അന്വേഷിച്ച് നടന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നടന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയത്? ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, പല പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ എന്തായിരുന്നു അതിന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ്? അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ മനസ്സുകൊണ്ട് വേദനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റ് ഒക്കെ ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഹോപ്പ് ഇവരുടെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. പുറമെ അവർ ഭയങ്കര വീക്കാണ്, ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ പോലെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിങ്ങനെ ആടി ഉലയുന്ന ഒരു സ്റ്റേജ് ആണ്. കംപ്ലീറ്റ്ലി ഒരു സ്റ്റെബിലിറ്റി വരുന്നില്ല. ജഗ്ലിംഗ് എനർജി അവിടെ തന്നെ വന്നിരിക്കുന്നത്. കാരണം സ്ട്രെസ് കൂടുന്തോറും ഈ ഒരു പേഴ്സണ് ഒരു സമയത്ത് അവർക്ക് ഭയങ്കര ഹോപ്പ് വരും, മറു സമയത്ത് അവർക്ക് ആ ഹോപ്പ് നഷ്ടപ്പെട്ടും പോകുന്നുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ ഇങ്ങനെ മനസ്സിങ്ങനെ ആടി ഉലയുന്ന സ്റ്റേജ് ആണ്. പക്ഷെ ആ ഒരു സ്റ്റേജിൽ നിന്നാണ് അവരുടെ എനർജീനെ അവർ ഇൻക്രീസ് ചെയ്യുന്നത്. സ്വയം തന്നെ ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം ഇനി ഒട്ടും സമയം നഷ്ടപ്പെട്ട് കളയാത്ത രീതിയിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. അപ്പൊ അവരെ തന്നെ അവർ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർമേഷൻ തന്നെയാണ്. പാസ്റ്റിലെ കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഫ്യൂച്ചറിലേക്ക് എഫക്ട് ചെയ്യാത്ത രീതിയിൽ മുന്നോട്ടേക്ക് ഇതിനെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവർ തന്നെ ആദ്യം ഒന്ന് ഓക്കെ ആവണം എന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് നമുക്ക് റീഡിങ് വരുന്നത്. അപ്പൊ ഇമോഷൻസ് ഇവർക്ക് നിങ്ങളോടുള്ളത് എന്ന് പറയുന്നത് ഇവിടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു മാരേജ് കമ്മിറ്റ്മെന്റ് ആയിരിക്കാം, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ചുള്ള ആ ഒരു ലോങ് ടേം ആയിട്ടുള്ള ബന്ധമായിരിക്കാം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ആഗ്രഹിച്ചിരുന്ന കമ്മിറ്റ്മെന്റ് ഒരു സമയത്ത് ഇവർ തരാൻ തയ്യാറാകാതിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു കമ്മിറ്റ്മെന്റ് ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത്. നിങ്ങൾ ഇവരുടെ ലൈഫിൽ എല്ലാ രീതിക്കും ഒരു സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കണം എന്ന് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് റീഡിങ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് എടുക്കാം. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിലെ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു ന്യൂ ചാപ്റ്റർ അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഇമോഷണലി ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഫിസിക്കലി ഒക്കെ ആണെന്നുണ്ടെങ്കിലും വളരെയധികം ഒരു അടുപ്പം കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെ നേരിട്ട് കാണുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാറ്റം, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ വളരെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ഒരു സ്ട്രോങ് ഡിസിഷനിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ വീക്കാണ് നിങ്ങൾ, നിങ്ങൾക്ക് ഒരുപാട് ഈ ഒരു പേഴ്സൺ ഇഷ്ടമാണ്, സ്നേഹമാണ്, എല്ലാം ആണ്. പക്ഷെ എന്നിട്ടും നിങ്ങൾ വെറുതെ മിണ്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓക്കെ അല്ല, നല്ലൊരു ക്ലാരിറ്റി തരുവാണെങ്കിൽ മാത്രം എനിക്ക് ഈ ഒരു ബന്ധം മതി, എനിക്ക് തിരക്കൊന്നുമില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു തീരുമാനത്തെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ഭയക്കുന്നത്. കാരണം നിങ്ങൾ സ്ട്രോങ് ആണെന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടാണ് വളരെ നല്ല രീതിക്ക് തന്നെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്ത് ഇതിനെ ഒന്ന് നല്ല രീതിക്ക് ആക്കാനും അവരുടെ എനർജിയെ അവർ ക്ലെൻസ് ചെയ്ത് റീചാർജ് ചെയ്യുന്നത്. എന്തായാലും ക്ലൂസ് കൂടെ നോക്കാം.
ജാനുവരി എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. H എന്നൊരു ലെറ്റർ. 1972, 1968, ബാംഗ്ലൂർ, വിർഗോ. 24, Capricorn. 38, അശ്വതി. 1988, 25, A എന്നൊരു ലെറ്റർ. ഉത്രം. ഓഗസ്റ്റ് മന്ത്, സ്കോർപിയസ്. D എന്നൊരു ലെറ്റർ. ലിയോ. അശ്വതി. M എന്നൊരു ലെറ്റർ. മലപ്പുറം. 10, സ്പൈസസ്. വയനാട്, ഇടുക്കി. R എന്നൊരു ലെറ്റർ. ഒക്ടോബർ മന്ത്, മലപ്പുറം. 1982, ജാനുവരി മന്ത്, R എന്നൊരു ലെറ്റർ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, നിങ്ങളുടെ പേഴ്സന്റെ ഒരു രീതികൾ, ഇതെല്ലാം വെച്ച് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു എനർജിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അപ്പൊ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.